ഫെബ്രുവരി 7 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അദൗക്കൂസ്, വിശുദ്ധ അമുൾവിനൂസ്, വിശുദ്ധ അനാറ്റോളിയൂസ്, വിശുദ്ധ റിച്ചാർഡ് രാജാവ്, വിശുദ്ധ ഔഗുളൂസ്. വിശുദ്ധ റിച്ചാർഡ് രാജാവ് ഇംഗ്ലണ്ടിൽ വെസ്റ്റ് സാക്സൺ എന്നറിയപ്പെടുന്നവരുടെ രാജാവായിരുന്നു റിച്ചാർഡ്. ക്രിസ്തീയ പരിപൂർണതയെ ലക്ഷ്യമാക്കി അദ്ദേഹം രാജ്യപദവി ഉപേക്ഷിച്ചുവെന്ന് ഒരഭിപ്രായമുണ്ട്. വിപ്ലവകാരികൾ അദ്ദേഹത്തെ രാജ്യഭ്രഷ്ടനാക്കിയതാണെന്നും മറ്റൊരഭിപ്രായവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ വിനിബാൾഡ്, വില്ലിബാൾഡ്, വാർബുഗ എന്നിവരാണ്. അവരെ വിശുദ്ധരായി വണങ്ങുന്നു. തൻ്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി. ഹാവനിൽ നിന്ന് കപ്പൽ കയറി ഫ്രാൻസിൻ്റെ പശ്ചിമ തീരത്ത് ചെന്നിറങ്ങി. ആദ്യം അദ്ദേഹം പോയത് റുവേനിലേക്കാണ്. അവിടെ ദീർഘമായി താമസിച്ചു. തൃപ്തിയാവോളം ഭക്ത അഭ്യാസങ്ങൾ അനുഷ്ഠിച്ചു. ഫ്രാൻസിലെ ഇതര തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ചു. ദീർഘസമയം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രായച്ചിത്തങ്ങൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം റോമിലേക്ക് തിരിച്ച് ഇറ്റലിയിൽ ലൂക്ക എന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും ലൂക്കായിൽ തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ലൂക്കായിൽ ഭക്തിപൂർവ്വം വണങ്ങി വരുന്നു. ജീവിതകാലത്ത് തൻ്റെ പ്രാർത്ഥന വഴി ഗുരുതരമായ രോഗത്തിൽ നിന്ന് പുത്രനെ സുഖപ്പെടുത്തിയത് ശ്രദ്ധേയമായൊരു സംഭവമാണ്. തൻ്റെ മകൻ വില്ലിബാൾഡ് മരിക്കാറായിരിക്കുന്നുവെന്ന് സർവരും അഭിപ്രായപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കുരിശ് നാട്ടി അവിടെ അതിൻ്റെ അരികിൽ കുട്ടിയെ കിടത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ കുട്ടി സുഖപ്പെടുകയും ചെയ്തു. റിച്ചാർഡിൻ്റെ തിരുശേഷിപ്പുകൾ വണങ്ങി പ്രാർത്ഥിച്ചിരുന്നവർക്ക് പല അത്ഭുത സഹായങ്ങളും രോഗശാന്തികളും ലഭിച്ചിട്ടുണ്ട്. റിച്ചാർഡിനുണ്ടായിരുന്ന രാജകീയ പ്രൗഢി വിശുദ്ധിയുടെ വികസനത്തിന് ഒരു പ്രതിബന്ധമായില്ല. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി യത്നിക്കുന്ന ഏവർക്കും വിശുദ്ധി പ്രാപിക്കാവുന്നതാണ് എന്നതാണ് റിച്ചാർഡിൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ റിച്ചാർഡ് രാജാവെ, ജീവിത വിശുദ്ധി എന്നും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതിനുള്ള വരം ലഭിക്കുവാൻ പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.